ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ കാതോട് കാത്തോരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ മീനു ആകെ പ്രിപ്പറേഷനിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഭയങ്കര സ്വപ്നമൊക്കെ കണ്ട് പുള്ളി ഭയങ്കര ഹാപ്പി ആട്ടോ. അപ്പോൾ നേരെ നമ്മുടെ അർജുൻ്റെ ചിത്രം പൂർത്തീകരിക്കാൻ തന്നെ തീരുമാനിച്ചു. അപ്പോൾ അതനുസരിച്ച് ചിത്രമൊക്കെ എടുത്തുകൊണ്ട് വരികയാണ്. അപ്പോൾ അർജുൻ്റെ കണ്ണിങ്ങനെ മനസ്സിലൊക്കെ ഓർത്ത് അതിങ്ങനെ വരയ്ക്കാം കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് ആൾ. ആ വരച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ പിന്നെ നമ്മൾ കാണുന്നത് നമ്മളിങ്ങനെ വരച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ അഖില അങ്ങോട്ടേക്ക് ഓടി വരികയാണ്. ചേച്ചി എന്ന് വിളിച്ച്. അപ്പോൾ വേഗം തന്നെ എടുത്ത് മറച്ചു പിടിക്കുകയാണ്. ഇതെന്തായി മറച്ചു പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്? ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് ആഹാ ചേച്ചി ചേച്ചി ചിത്രം വരയ്ക്കുകയാണോ? ആ, ചുമ്മാ ഒരു ചിത്രം വരയ്ക്കാം, ഷോക്കേസിൽ വെക്കാൻ വേണ്ടിയിട്ടേ. ആരുടെ ചിത്രമാണ് ചേച്ചി? അതോ ആരുടെ അല്ലെന്നേ, വെറും വെള്ളച്ചാട്ടത്തിൻ്റെ ചിത്രം വരയ്ക്കാം. അതെന്തിനാ ഇങ്ങനെ മറച്ചു പിടിക്കണത്? ഞാൻ കണ്ട എന്താ കുഴപ്പം? അല്ല, ആ ചിത്രം കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, ഞാൻ പിന്നെ കാണിക്കാം നിന്നെ, അതിങ്ങ കാണിക്കാം എന്ന് പറഞ്ഞ് അഖില വേഗം തന്നെ തട്ടിപ്പറിച്ചിങ്ങനെ നോക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ അർജുൻ്റെ ചിത്രം. ഇതാണോ വെള്ളച്ചാട്ടം? ഇതെന്ത് വെള്ളച്ചാട്ടാ ചേച്ചി? ഇത് ഏത് സൈസാ? എന്ത് പറ്റി ചേച്ചിക്ക്? ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെയൊക്കെ കാണുന്നത്. ഇതെന്താ സംഭവം? ഇത് പ്രണയത്തിൻ്റെ വല്ല സിമ്പലാണോ ചേച്ചി എന്ന് ചോദിച്ചു. അപ്പോൾ ചിരിക്കുകയാണ്. ഹാർട്ട്, സ്മൈലി, അങ്ങനെയൊക്കെ അതൊക്കെ സിമ്പൽ എന്ന് പറയുന്നത് നമ്മുടെ പ്രണയത്തിൻ്റെ സിമ്പലാണല്ലോ. അതുപോലെ നമ്മുടെ അർജുനേട്ടനെ പോലെയുള്ള ആളോട് പ്രണയം തോന്നിയപ്പോൾ വരച്ചതാണോ ചേച്ചി? എന്താ ഇത് എന്ന് ചോദിച്ചു. അപ്പോൾ ഒന്ന് ചിരിച്ചു മീനു. എന്താ ഒന്ന് മിണ്ടാതെ നിൽക്കുന്നത്? ആകെ ഒരു നാണം പോലെ. നീ പറഞ്ഞത് തന്നെയാ എന്ന് പറഞ്ഞു. മനസ്സിൽ എപ്പോഴോ അർജുനോടുള്ള പ്രണയം നിറഞ്ഞു തുളുമ്പുന്നുണ്ട് എന്ന് പറഞ്ഞു. നീ എന്നോട് പറഞ്ഞില്ലേ നിങ്ങൾ രണ്ടുപേരുടെ ജീവിതം ഒന്ന് ജീവിച്ച് കാണിച്ചു താന്ന്? അയ്യോ അതോ, കാണിച്ചു തരാട്ടോ ഞങ്ങൾ. അതവന് അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞ ചേച്ചി. എങ്കിലും എനിക്ക് ഒരുപാട് സന്തോഷമായി, ഒരുപാട് സന്തോഷം. എൻ്റെ ജീവിതം ഇങ്ങനെയോ അങ്ങനെ എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ, അതൊന്നും സാരമുള്ള കേസല്ല. എൻ്റെ ചേച്ചി സന്തോഷമായിട്ട് ജീവിക്കുന്നത് കണ്ടാൽ മതി എനിക്ക്. അഖില, ചിത്രം വേഗം തന്നെ കംപ്ലീറ്റ് ചെയ്യുക, എന്നിട്ട് അർജുനേട്ടനെ സമ്മാനിക്കുക കേട്ടോ എന്ന് പറഞ്ഞ് അഖില അത് കൊടുത്തിട്ട് നേരെ പോയി. അപ്പോൾ വീണ്ടും നമ്മുടെ പടം വരയ്ക്കുന്ന ഇതിലേക്ക് മാറി നമ്മുടെ മീനു. പിന്നെ നമ്മൾ കാണുന്നത് അഖിലേനെയാണ്. അപ്പോൾ അഖില നല്ല ഉറക്കത്തിലാണ്. ഗൗതം വീണ്ടും 4 കാലിൽ ഇതാണ്ട് എത്തിയിരിക്കുകയാണ്. ഓഹോ, മഹാറാണി ഇത്ര പെട്ടെന്ന് ഉറക്കമായോ? കൊള്ളാം, അവളുടെ ഒരു ഉറക്കം. സമാധാനത്തോടെ അവൾ സുഖമായിട്ട് കിടന്നുറങ്ങുന്നു. മനസമാധാനക്കേട് എനിക്കാണല്ലോ, നിനക്കെന്തിനാണല്ലേ? അപ്പോൾ ഉറക്കത്തിൽ അതൊന്നും കേൾക്കാതെ ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കുകയാണ് അഖില. പക്ഷേങ്കിൽ ഗൗതം അവിടെ നിന്ന് ഇങ്ങനെ തോരാതെ ഇങ്ങനെ പറയാം, എൻ്റെ മാനം കളഞ്ഞോ, എന്നെ ഒരു കുടിയനാക്കി അവൾ, എന്നിട്ട് നീ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നു അല്ലേ? എണീക്കടി, എഴുന്നേക്കാനാണ് പറഞ്ഞത്. നിന്നോടല്ലേടി പറഞ്ഞത് എഴുന്നേക്കാൻ? അപ്പോൾ അഖില അനങ്ങുന്നില്ല കേട്ടോ. അപ്പോൾ ഗൗതം നേരെ ചെന്നു. എന്ത് ചെയ്തു? ജഗ്ഗിനകത്ത് വെള്ളമെടുത്ത് നമ്മുടെ അഖിലയുടെ മുഖത്തേക്ക് ഒഴിക്കുകയാണ്. എണീക്കടി എന്ന് പറഞ്ഞു. ചാടി അങ്ങോട്ടേക്ക് എഴുന്നേറ്റു. എന്താ എന്ന് ചോദിച്ചു. എന്തിനടി കിടന്ന് ഉറങ്ങുന്നത്? മണി 10 മണിയായിട്ടില്ല, അതിനു മുന്നേ നീ കിടന്ന് ഉറങ്ങുന്നോ? നിൻ്റെ ഒരു ഉറക്കം എൻ്റെ ഉറക്കം കളഞ്ഞിട്ട് നീ അങ്ങനെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങണ്ട. നീ എന്നെ കളഞ്ഞില്ലേടി എൻ്റെ മാനം മുഴുവൻ. എൻ്റെ പൊന്നോ, എല്ലാവരും എൻ്റെ മുഖത്തിപ്പോൾ കാറി തുപ്പുവാ. നീ കാരണം, നീ ഒരുത്തി കാരണം. അല്ലാതെന്താ, ഗൗതം പുറത്തിറങ്ങിയാൽ എല്ലാവരും കൂടെ കൂടുമായിരുന്നു. പക്ഷേ ഇപ്പോഴല്ലോ ഒരുത്തം പോലും ഇല്ല എൻ്റെ കൂടെ കൂടാൻ. ഒരു കെട്ടവളെ കെട്ടിയാൽ ഞാൻ ഒരു കെട്ടവനായി മാറി എന്ന് പറഞ്ഞ് തുപ്പുകയാണ് കേട്ടോ. അപ്പോൾ കയ്യിൽ ഇതെല്ലാം കേട്ടിങ്ങനെ നിൽക്കുക. എല്ലാം നീ കാരണം, നീ ഒരുത്തി കാരണം. എന്തിനാടി നീ എൻ്റെ ജീവിതം തൊലച്ചത്? എന്തിനാടി തൊലച്ചത്? ഇതിലും ഭേദം എല്ലാവരും കൂടി എന്നെ കൊല്ലുമായിരുന്നു എന്ന് പറഞ്ഞ് വീണ്ടും ഒച്ചയിടുകയാണ്. എന്നിട്ട് വീണ്ടും സ്ഥിരം കലാപരിപാടി, എന്നിട്ട് കിടന്ന് അലറി വിളിച്ച് കരയാണ്. അപ്പോൾ ഇത് കുറച്ച് നേരം കണ്ടു നിന്നിട്ട് അഖില ഒന്നും അറിയാത്ത മട്ടിൽ കയറി അങ്ങ് കിടന്നു കേട്ടോ. അപ്പോൾ തലയൊക്കെ മൂടി ഉറങ്ങുന്നോടി. എഴുന്നേക്കാനല്ലേടി പറഞ്ഞത് കേട്ടില്ലേടി? എഴുന്നേക്ക്. നീ അങ്ങനെ ഉറങ്ങണ്ട. എൻ്റെ ഉറക്കം കഴിഞ്ഞിട്ട് ഞാൻ പറയുന്ന മുഴുവൻ കേട്ടിട്ട് നീ ഉറങ്ങിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഗൗതം വേഗം തന്നെ തലവണയെടുത്ത് നമ്മുടെ അവക്കിട്ട് അങ്ങനെ അടിക്കുകയാണ് കേട്ടോ. എഴുന്നേക്കടി, വീഡിയോയിൽ അഭിനയിച്ചവളെ എഴുന്നേക്കടി എന്ന് പറഞ്ഞുകൊണ്ട് ആ തലവണ വെച്ച് നമ്മുടെ അഖിലേക്കിട്ട് അടിക്കുകയാണ്. അപ്പോൾ അഖില കുറച്ചു നേരം സഹിച്ചങ്ങ് കിടന്നു. നീ എഴുന്നേക്കില്ലല്ലേ, നിന്നെ ഞാൻ കാണിച്ചു തരാടി എന്ന് പറഞ്ഞു. അപ്പോഴാണ് നിന്നെ ഞാൻ അടിച്ച് കൊല്ലുപിടി എന്ന് പറഞ്ഞ ഫ്ലവറേഴ്സും പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്.
അപ്പോൾ ഒന്ന് തിരിഞ്ഞ് രൂക്ഷമായിട്ടൊരു നോട്ടം. അപ്പോഴാണ് കയ്യിലിരിക്കുന്ന സാധനം ഓർത്തത്. അപ്പോൾ ഗൗതം കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് സ്റ്റക്കായി നിൽക്കുകയാണ് കേട്ടോ. ചാടി ഇങ്ങോട്ട് എണീറ്റില്ലേ അഖില. എന്താ നിങ്ങൾ കൊല്ലണ്ടേ? അടിച്ച് കൊല്ലുന്നില്ലേ? കൊല്ല്. എന്താ നിങ്ങൾ നിർത്തിയത്? കൊല്ല്, അടിക്കന്നേ, കൊല്ലാനേ, അടിച്ച് കൊല്ലുന്നേ. നിങ്ങൾക്ക് അടിക്കണ്ടേ? അടിച്ച് കൊല്ലാനല്ലേ നിങ്ങളോട് പറഞ്ഞത്? ഇങ്ങനെ അപമാനം സഹിച്ച് പീഡനം സഹിച്ച് നിങ്ങളുടെ കൂടെ കഴിയുന്നതിലും ഭേദം മരിക്കുന്നത് തന്നെയാണ്. എന്നെ അങ്ങോട്ട് കൊന്നേക്ക്. പിന്നെ ഒറ്റയടിക്ക് കൊന്നേക്കണം. അല്ലാതെ പാതി ജീവൻ ബാക്കി വെച്ച് എന്നെ വെറുതെ നരകിപ്പിക്കരുത്. അങ്ങനെ മാത്രമേ ഉള്ളൂ. എന്താ നോക്കുന്നേ? അടക്കടി എന്ന് പറഞ്ഞു. വാ അടച്ചില്ലെങ്കിൽ നിങ്ങളെന്ത് ചെയ്യും? നീ എന്താ എന്നെ പേടിപ്പിക്കുകയാണോ? അതെ, നിങ്ങൾ എങ്ങനെ പെരുമാറുന്നോ അതുപോലെ തന്നെ നിങ്ങൾ എന്നിൽ നിന്ന് പ്രതീക്ഷിച്ചാൽ മതി. ഞാനൊരാണാ, നീയൊരു പെണ്ണാ. അക്കാര്യം നീ മറന്നു പോകണ്ട. അതിന് നീ എന്നെ ബഹുമാനിക്കണം. ഓഹോ, അങ്ങനെയല്ലേ? ഇത്രയൊക്കെ ബഹുമാനം തൽക്കാലം പ്രതീക്ഷിച്ചാൽ മതി. അതിന് ഞാൻ നിന്നെ ചീത്ത വിളിച്ചാൽ നീ തിരിച്ചു വിളിക്കുമോ? ആ, വിളിക്കും. 100 തവണ വിളിക്കും. എടി എന്ന് വിളിച്ചു. നിന്നെ ഞാൻ അപ്പോൾ കഴുത്ത് കയറി പിടിക്കാവ. തൊട്ടു പോവരുതന്നെ. തിരിച്ചും കിട്ടും തൊട്ടാൽ. ആഹാ, എന്നാൽ പിന്നെ അതൊന്നും അറിയണമല്ലോ. അപ്പം 2 പേരുടെ ഈ തലവണയെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അടി അങ്ങ് തുടങ്ങുകയാണ് കേട്ടോ. പൂക്കുറ്റി അടി എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചടിച്ച് 2 മടുത്ത് കഴിഞ്ഞപ്പോൾ അതേണ്ട ഗൗതം ബോധം കേട്ട പോലെ അവിടെ കിടന്ന് ഉറങ്ങാണ്. പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ മീനുവിനെയാണ്. അപ്പം മീനു ഇതേണ്ട എല്ലാ പടമൊക്കെ സെറ്റാക്കി വരച്ച് കഴിഞ്ഞ് അതെല്ലാം നല്ല പേപ്പറിലൊക്കെ പൊതിഞ്ഞ് എല്ലാം സെറ്റാക്കി വെച്ചു. എന്നിട്ട് അതിൻ്റെ മൊണ്ടയിൽ ഒരു സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് എല്ലാം റെഡിയാക്കി നമ്മുടെ അർജുന് കൊടുക്കാനുള്ള ഭാഗത്തിന് എല്ലാം ശരിയാക്കി വെച്ചു. എന്നിട്ട് ഇനി എഴുതി വെക്കണമല്ലോ. അപ്പം പെട്ട അർജുൻ, നിനക്ക് സ്നേഹം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ എന്ന് സ്വന്തം മീനു എന്ന് പറഞ്ഞ് എഴുതി വെച്ചു. എന്നിട്ട് അത് ഭയങ്കര നിൽക്കുക കേട്ടോ. സർപ്രൈസാണ്. 12 മണിക്ക് തന്നെ ഈ സർപ്രൈസ് കൊടുക്കണം. അതിനു മുമ്പ് ഇത് കാണരുത്. എവിടെ വെക്കും? അവസാനം നോക്കി അലമാരയുടെ മണ്ടയിൽ ഇതെല്ലാം കൂടെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് മീനു. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. മീനു കൂൾ. അതെ, നീ സമ്മാനം കൊടുത്തതിന് ശേഷം മാത്രം പ്രണയം തുറന്ന് പറഞ്ഞാൽ മതി. അതിന് ഇപ്പോഴേ നീ എന്തിനാ വിറയ്ക്കുന്ന മീനു? കൂൾ എന്നൊക്കെ സ്വന്തമായിട്ട് പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് അർജുൻ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. ആഹാ മീനു, നീ ഇതുവരെയും കിടന്നില്ലേ? എന്താ നീ കിടക്കുന്നില്ലേ? അല്ല, എനിക്ക് ഉറക്കം വരുന്നില്ല അർജുൻ, അതുകൊണ്ടാ. എന്ത് പറ്റി എന്ന് ചോദിച്ചു. ഏയ്, ഒന്നും പറ്റിയിട്ടില്ല, വെറുതെ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ആ ശരി, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം. എനിക്ക് നല്ല ക്ഷീണമുണ്ട്, ഞാൻ കിടക്കട്ടെ. അർജുൻ കിടന്നോ? ഉറപ്പായിട്ടും കിടന്നോ. ഞാനേ ഉറക്കം വരുമ്പം കിടന്നോളാം. പായൊക്കെ വിരിച്ച് കിടന്നു. എന്നിട്ട് മീനു ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അർജുൻ അങ്ങ് കിടന്നു. അപ്പോൾ കിടന്നപ്പടി ആളങ്ങ് ഉറങ്ങിപ്പോയി കേട്ടോ. ഭയങ്കര ക്ഷീണത്തിലാണ്. ആളുടെ പണിയൊക്കെ കഴിഞ്ഞല്ലേ വരുന്നത്. അപ്പം മീനു ആണ് എക്സൈറ്റ്മെൻറ്റിൻ്റെ എന്താ പറയുക, കൊടുമുടിയിലെത്തി ഇങ്ങനെ നിൽക്കുകയാണ് എന്ന് പറയാം. എങ്ങനെ പറയും, എന്ത് പറയും എന്നുള്ളൊരു വെപ്രാളം. പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ അഞ്ജലിനെയാണ്. അപ്പോൾ അഞ്ജലിക്കുള്ള ഗിഫ്റ്റ് എല്ലാം തയ്യാറാക്കി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അതേണ്ട അഞ്ജലി അങ്ങോട്ടേക്ക് വന്നു. ഇനിയും പാക്ക് ചെയ്ത് കഴിഞ്ഞില്ലേ നാൻസി എന്ന് ചോദിച്ചു. കഴിഞ്ഞു. എന്താ നീ എഴുതിയത്? കാണട്ടെ. ഇത് താൻ തന്നെ എഴുതുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞു. തൻ്റെ പ്രിയപ്പെട്ടവന് നൽകുന്നവന് ഗിഫ്റ്റല്ലേ? പ്രിയപ്പെട്ടവൻ മാത്രമല്ല നാൻസി, എൻ്റെ കെട്ടിയവനാകാൻ പോകുന്ന ആളെന്ന് കൂടെ പറ. എന്നാൽ പിന്നെ താൻ എഴുത എന്ന് പറഞ്ഞാൽ ആ ഗിഫ്റ്റ് അങ്ങ് കൊടുക്കുകയാണ് നാൻസി. അപ്പോൾ അഞ്ജലി എഴുതി മേടിച്ചിട്ട്, ഇപ്പം എന്താ ഇപ്പം എഴുതുക? എങ്ങനെ എഴുതും? പുതിയ ജീവിതത്തിൻ്റെ തുടക്കം കുറിക്കുന്ന അർജുന് എൻ്റെ പിറന്നാൾ ഉമ്മകൾ എന്ന് എഴുതാല്ലേ? പുതിയ ജീവിതമോ? അതെ, അത് തന്നെ. ഈ ഗിഫ്റ്റ് ഞാൻ അവന് നൽകിയതിന് ശേഷം ഞാൻ എൻ്റെയും അവൻ്റെയും പ്രണയ കഥകൾ മുഴുവൻ മീനുവിനോട് പറയുമല്ലോ. അപ്പോൾ അതോടുകൂടി അവളങ്ങ് പോകും. പിന്നെ അവൻ പുതിയ ജീവിതത്തിലേക്ക് തുടക്കം കുറിക്കും എന്നോടൊപ്പം. എന്താ, അത് ശരിയല്ലേ? അതാ ഞാൻ പറഞ്ഞത്. കൊള്ളാം. അല്ല, പെട്ടെന്നത് നടക്കില്ല എന്ന് എനിക്കറിയാം. പതിയെ അവൻ്റെ മനസ്സ് പതുക്കെ മാറ്റിയെടുക്കും ഞാൻ. ഒടുക്കം അവസാനം അവൻ എൻ്റെ കഴുത്തിൽ താലി കിട്ടും. അതുവരെ എത്തിക്കും ഞാൻ. അപ്പം നാളെ ബർത്ത്ഡേ ഗിഫ്റ്റായി ഈ സമ്മാനം മാത്രമല്ല നീ കൊടുക്കുന്നത്, അല്ലേ? വേറൊരു വലിയ ഗിഫ്റ്റ് നിന്റെ നാക്കിലാ ഉള്ളത്, അല്ലേ അഞ്ജലി എന്ന് ചോദിച്ചു. അതെ, താൻ എഴുത്, ഞാൻ പോവാ, ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നാൻസി അങ്ങ് പോയി. അപ്പോൾ അതുകൊണ്ട് അഞ്ജലി എല്ലാം കണക്ക് കൂട്ടി ഇങ്ങനെ ഇരിക്കുകയാണ് അടുത്ത ഗിഫ്റ്റ് കൊടുക്കാനായിട്ട്.
പിന്നെ നമ്മൾ കാണുന്നത് 3-4 ഗുണ്ടകളെയാണ് കേട്ടോ. അപ്പോൾ അവരിങ്ങനെ ഇരുന്ന് എന്താ പറയുക വാട്ടീസൊക്കെ അടിച്ച് ഇച്ചിരിച്ചൊക്കെ കഴിച്ച് ഇങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ ആൻ്റോണിയാണ് നമ്മുടെ അർജുൻ ജയിലിലാക്കിയത്. ആൻ്റോയുടെ ചേട്ടൻ ആൻ്റണി, അത് 1-ാം തരം ഗുണ്ടയാണ്. അപ്പോൾ പുള്ളിയാണ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ അർജുൻ്റെ ഡീറ്റെയിൽസ് അറിയോ ആൻ്റണി ചേട്ടന് എന്ന് ചോദിച്ചോ? അറിയാം, അവൻ്റെ വീട് എവിടെ, അവൻ ജോലി ചെയ്യുന്ന എവിടെ എന്നൊക്കെ ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. കണ്ടാലൊരു പാവാന്നേ തോന്നുള്ളൂ. ഇത്രയും പേരെ നിരത്തി അടിക്കാനുള്ള ശേഷിയുണ്ടെന്നും പറയില്ല. നിരത്തി അടിച്ചല്ലോ, പോലീസിനെ വരുത്തി എൻ്റെ അനിയനെ അകത്താക്കി ഭാര്യയുടെ കെട്ടുതലയും കൊണ്ട് അവനവിടെ നിന്ന് അങ്ങ് പോയി. അതുമാത്രമല്ല, എൻ്റെ അനിയൻ ആൻ്റോയെ അവൻ ജയിലിൽ കിടത്തി. ജാമ്യം പോലും കിട്ടുന്നില്ല അവന്. അറിയോ, എത്ര കാലമായി അവൻ ഈ പണി തുടങ്ങിയിട്ട്? ഇതുവരെ സംഭവിക്കാത്ത കാര്യമാണ് ആദ്യമായിട്ട് അവൻ ജയിലിൽ കിടക്കണത്. അതിന് കാരണം ഈ അർജുൻ ഒറ്റയൊരുത്തരാ. അവനെ ഞാനിന്ന് ആൻ്റോയെ ജയിലിൽ പോയി കണ്ടിരുന്നു. അതിനെ തീർത്തേക്കാനാ അവൻ പറഞ്ഞിരിക്കുന്നത്. എൻ്റെ അനിയനെ തൊട്ടാ എനിക്ക് പൊള്ളും, ഞാനത് ചെയ്യും എന്ന് പറഞ്ഞ ആൻ്റണി ഇരിക്കുക. കല്ലാടൻ കോളനി കയറി എന്നോടും അനിയനോടും മുട്ടിയ 4 എണ്ണത്തിനെ ആൻ്റണി തീർത്തിട്ടുണ്ട്. 5ാമനാവുള്ള യോഗം ഈ അർജുനായിപ്പോളത്. എവിടുന്ന് പിടിക്കും ആശാനെ അവനെ? അർജുൻ ഏത് സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങും, എത്ര മണിക്ക് വർക്ക്ഷോപ്പിലെത്തും, എത്ര മണിക്ക് തിരിച്ചു പോകും എന്നൊക്കെ അറിയണം. വഴിയിൽ വെച്ച് പിടിക്കാം നമുക്കവനെ. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ എടുത്തോളാം. പെട്ടെന്ന് വേണം. അതെ, നാളെ അവൻ്റെ ഈ ഭൂമിയിൽ അവസാനത്തെ ദിവസമായിരിക്കും. തീർക്കും ഞാൻ അവനെ എന്ന് പറഞ്ഞ ആൻ്റണി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ, വാശി പിടിച്ച്. അപ്പോൾ ഇവന്മാർ ഭയങ്കര കട്ടക്കലിപ്പിലാണ്. അപ്പോൾ 12 മണിയാകാൻ കാത്തിരിക്കുകയാണ് മീനു. പുസ്തകമൊക്കെ വായിച്ചിങ്ങനെ ഇരിപ്പാണ്. സമയം എത്രയായി? ഇനിയുണ്ട് 10 മിനിറ്റ് കൂടെ. അത് കഴിഞ്ഞിട്ട് വിളിക്കാം. കൃത്യം 12 മണിക്ക് തന്നെ വിളിക്കാം. അത് എന്നിട്ട് വിഷ് ചെയ്യാം. എന്നിട്ട് പ്രണയം തുറന്ന് പറയാം. അർജുൻ, നീ ഈ പ്രണയം എന്നും ഓർത്തിരിക്കും, എന്നെങ്കിലും എന്നും ഈ ദിവസം ഓർത്തിരിക്കും. എന്തുകൊണ്ട് സ്പെഷ്യലാണിത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ നമ്മൾ കാണുന്നത് കാഞ്ചനേനെയും പ്രഭേനെയാണ്. അപ്പോൾ അലാറം അടിച്ചു. നേരെ കാഞ്ചന എഴുന്നേറ്റിട്ട് എൻ്റെ പൊന്നോ എന്തൊരു ഉറക്കമാണ്. ഉറക്കം കണ്ടാൽ അലാറം വരാൻ തോറ്റു പോവും. എന്തൊരു കഷ്ടമാണ്. അമ്മേ എഴുന്നേക്ക്, 12 മണിയായോ എന്ന് ചോദിച്ചു. ആകാറായി, എഴുന്നേറ്റ് മുഖമൊക്കെ ഒന്ന് കഴുകിയൊന്ന് റെഡിയാവുക എന്ന് പറഞ്ഞു. അപ്പോൾ പ്രഭയും ചാടി എഴുന്നേറ്റു. വേഗം തന്നെ മീനുവിനെ തോപ്പിക്കണമല്ലോ. അപ്പോൾ എഴുന്നേറ്റിട്ട്, അല്ല കേക്ക് മുറിക്കണ്ടേ, നീ അത് എടുത്തു വെച്ചോ? അതൊക്കെ മീനു നേരത്തെ തന്നെ എടുത്തു വച്ചിരുന്നല്ലോ. അതെ, കൃത്യം 12 മണിക്ക് അർജുനെ വിളിച്ചുണർത്തി ബർത്ത്ഡേ വിഷ് ചെയ്യാനായിരിക്കും മിക്കവാറും മീനുവിൻ്റെ പ്ലാൻ. അതിനു മുൻപ് അവളുടെ ആഗ്രഹം ഒരിക്കലും നടക്കാൻ പാടില്ല. അവൾ പറയുന്നതിന് മുന്നേ തന്നെ അവനെ വിളിച്ചുണർത്തി വിഷ് ചെയ്യണം. അത് വേണം. പിന്നെ അവൻ കേക്ക് കെട്ടി കഴിയുമ്പം അവൾ വെറും കാഴ്ചക്കാരിയായി മാത്രം നിൽക്കേണ്ടി വരും. ഒക്കെ നമ്മൾ വേണം അർജുനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ. മനസ്സിലായല്ലോ? അടുപ്പിക്കാൻ പാടില്ല അവനെ എന്ന് പറഞ്ഞു. എല്ലാവരും സന്തോഷിക്കുമ്പോൾ അവൾ മാത്രം ഇന്ന് കരയണം. അതിനുള്ള വഴിയാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ശരി എന്ന് പറഞ്ഞ് കാഞ്ചനയും പ്രഭയും കണക്ക് കൂട്ടി അങ്ങ് എഴുന്നേക്കാണ്. അപ്പോൾ നമ്മുടെ മീനോട് ഇരിപ്പുണ്ട്. 12 മണിയാകാൻ വെയിറ്റ് ചെയ്ത്. അപ്പോഴാണ് നമ്മുടെ പ്രഭ ചെന്നിട്ട്, അർജുൻ മോനെ വാതിൽ തുറന്നേടാ, അർജുൻ തുറന്നേടാ മോനെ, വാതിൽ തുറക്കടാ എന്ന് പറഞ്ഞു. അപ്പോൾ അർജുൻ വേഗം എഴുന്നേറ്റു. എന്നിട്ട് മീനും ചെന്നു കേട്ടോ. അർജുൻ, എന്താടാ വാതിൽ തുറക്ക, എന്താ അമ്മേ എന്ന് ചോദിച്ചു. അമ്മയുടെ ചക്കര കൂട്ടാൻ ഹാപ്പി ബർത്ത്ഡേ മോനെ എന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മയൊക്കെ അങ്ങ് കൊടുക്കുകയാണ് നമ്മുടെ പ്രഭ. അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാനിടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.